Hi friends, welcome back to the new episode Techflora. I am Bindu Joseph from Kozhikode. നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, അതിൽ നാരായണ കിളിക്കൂട് പോലുള്ളൊരു 4 കാലോലപ്പുറയുണ്ട്. അതെ, ഈ പാട്ട് കേൾക്കാത്ത മലയാളികൾ ആരും തന്നെ ഉണ്ടാവില്ല. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയവും ഇത് തന്നെയാണ്, കേരളത്തിൻ്റെ സ്വന്തം നാളികേരം. ഈ പ്രൊഡക്റ്റീവ് ലൈക്ക് എ കോക്കനട്ട് ട്രീ എന്ന് നമ്മൾ പറയാറുണ്ട്. കാരണം ഒരു കോക്കനട്ട് ട്രീയുടെ, തെങ്ങിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഭാഗങ്ങളും അത്രമാത്രം പ്രൊഡക്റ്റീവാണ്. നമ്മളിന്നിവിടെ ചർച്ച ചെയ്യുന്നത് കുറ്റ്യാടി തെങ്ങിൻ തൈയിനെ കുറിച്ചാണ്. കുറ്റ്യാടി എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിലെ ഒരു മലയോര മേഖലയാണ്. വളരെ മനോഹരമാണ് ഈ പ്രദേശം. ഇന്ത്യ ഒട്ടുക്കും ഈ പ്രദേശം അറിയപ്പെടുന്നത് നമ്മുടെ കോക്കനട്ടിൻ്റെ ഉൽപ്പാദനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന പ്രദേശം എന്നതിൻ്റെ പേരിലാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലും അതുപോലെ തന്നെ കേരള സമ്പദ് വ്യവസ്ഥയിൽ വളരെ വലിയൊരു ഭാഗം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കോക്കനട്ടാണ്. കുറ്റ്യാടിയുടെ മനോഹാരിത കാണുവാനായിട്ട് ഈ കാഴ്ചകളിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ മതി. ഈ കുന്നുപ്രദേശങ്ങളെല്ലാം തന്നെ കുറ്റ്യാടി തെങ്ങാണ്, തെങ്ങ് കൃഷിയാണ്, തെങ്ങ് തോട്ടമാണ് ഈ കാണുന്നതെല്ലാം. കുറ്റ്യാടി തെങ്ങിൻ്റെ പ്രത്യേകതകളെന്ന് പറഞ്ഞാൽ മറ്റു തെങ്ങുകളെ അപേക്ഷിച്ചിട്ട് ഇതിന് രോഗപ്രതിരോധശേഷി കൂടുതലാണെന്നുള്ളതാണ്. ഇതിൻ്റെ കൈ ഒടിയുന്നത് അല്ലെങ്കിൽ രോഗം വന്ന് പോകുന്നതും ഇതിൻ്റെ എമൗണ്ട് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അതുപോലെ തന്നെ ഇത് ഹാർഡല്ല, നമ്മൾ സ്ക്രേപ്പ് ചെയ്യുമ്പോൾ തന്നെ വളരെ ഈസിയാണ്, ഒരുപാട് ബുദ്ധിമുട്ടുന്ന കാര്യമില്ല. മറ്റേ ടീൻറ്റുറ്റിയൊക്കെ ആണെങ്കിൽ ഒരുപാട് ഹാർഡായിരിക്കും, നമുക്ക് ചിരണ്ടി എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ കൊപ്രയുടെ അളവ്, കൊപ്രയിൽ ആട്ടിക്കഴിഞ്ഞാലും എണ്ണയുടെ എമൗണ്ട് കൂടുതലാണ്. തേങ്ങാപ്പാലാണെങ്കിലും അതെ, തേങ്ങാപ്പാലിൻ്റെ അളവും കൂടുതലാണ്. നമ്മൾ തെങ്ങിൻ കൃഷി ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ഗുണമേന്മയുള്ള തൈയാണ് വയ്ക്കുന്നത് എന്ന് ഉറപ്പുവരുത്തണം. നമുക്ക് മലയാളികൾക്കൊരു സ്വഭാവമുണ്ട്, ടൂറിന് പോകുമ്പോഴും റോഡരികിൽ ആരെന്തെങ്കിലും ചെടികൾ കണ്ടു കഴിഞ്ഞാൽ അത് വാങ്ങിക്കുക, വീട്ടിൽ കൊണ്ടുവന്ന് കുഴിച്ച് വെക്കുക. പിന്നെ വീട്ടിൽ കൊണ്ടുവന്ന് തരുന്ന തൈകൾ ഗുണമേന്മ നോക്കാതെ വീട്ടിൽ കുഴിച്ച് വെക്കുന്ന സ്വഭാവമുണ്ട്. ആ സ്വഭാവം മാറ്റണം. ഗുണമേന്മയുള്ള തൈയാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം നമ്മൾ കൃഷി ചെയ്യുക. പിന്നെ ശാസ്ത്രീയമായ രീതിയിൽ വേണം നമ്മൾ കൃഷി ചെയ്യാനായിട്ട്. പിന്നെ 3ാമത് ശ്രദ്ധിക്കേണ്ട കാര്യം തുടർച്ചയായ പരിപാലനം വേണം. നമുക്കൊരു പ്രത്യേകതയുണ്ട്, നമ്മൾ തെങ്ങ് നടാൻ പോകും, പിന്നെ അതിൻ്റെ കാ പറിക്കാനാണ് നമ്മൾ ആ പരിസരത്തേക്ക് പോവുക എന്നൊരു പഴമൊഴി തന്നെയുണ്ട്. അത് പഴമൊഴിയായി തന്നെ നിൽക്കണം. കാരണം അതിൻ്റെ തുടർച്ചയായ പരിപാലനത്തിലൂടെ മാത്രമേ നമ്മൾക്ക് പ്രതീക്ഷിക്കുന്ന ഒരു റിസൾട്ട് തെങ്ങിൽ നിന്ന് ലഭിക്കുകയുള്ളൂ. അപ്പോൾ എങ്ങനെയുള്ള തൈകളാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്? തൈ തിരഞ്ഞെടുക്കാനായിട്ട് അതിന് മദർ പ്ലാന്റിന് കുറേ സവിശേഷതകൾ വേണം. എന്തൊക്കെയാണ് മദർ പ്ലാന്റിൻ്റെ പ്രത്യേകത? അതായത് 20 വർഷത്തിന് മുകളിലേക്ക് പ്രായമുള്ള തെങ്ങിൽ നിന്നുള്ള കായ്കൾ മാത്രമേ നമ്മൾ വിത്തായിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ. മാത്രമല്ല, ഒരു വർഷത്തിൽ 150 തേങ്ങയിൽ കൂടുതൽ നമുക്ക് ലഭിക്കണം ഒരു തെങ്ങിൽ നിന്ന്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 12ൽ കൂടുതൽ കൊലകൾ എന്തായാലും നമ്മൾ മദർ പ്ലാന്റായിട്ട് ഉപയോഗിക്കുന്ന തൈയിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കണം. പിന്നെ കുറുകിയ പൂങ്കുലകൾ ഉണ്ടായിരിക്കണം. പിന്നെ വേണ്ടത് മുഴുവനായിട്ട് വിരിഞ്ഞ 30 ഓലകൾ ഉണ്ടായിരിക്കണം. രോഗമൊന്നും തന്നെ ബാധിക്കാത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ള മദർ പ്ലാന്റ് ആയിരിക്കണം. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഒരു വിത്തെടുക്കുമ്പോൾ സൂക്ഷിക്കേണ്ടതാണ്. ഇതാണ് ഒരു കുറ്റ്യാടി തെങ്ങിൻ്റെ ആവറേജ് സൈസ് എന്ന് പറയുന്നത്. നമുക്കൊന്ന് പൊതിച്ച് നോക്കാം. ഇതാണ് സൈസ്. ഇതിൻ്റെ ഉൾവശം എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് നോക്കാം.
ഇതാണ് തിക്നെസ്. ഞാൻ പറഞ്ഞ എല്ലാ സ്വഭാവ സവിശേഷതകളും ഗുണഗണങ്ങളും ഉള്ള മദർ പ്ലാന്റിൽ നിന്നും ശേഖരിച്ച വിത്ത് തേങ്ങയാണിത്. ഇത് 2 മാസത്തിന് ശേഷം മുള വന്ന അവസ്ഥയാണിത്. മുള വന്നതിന് ശേഷം ഇതിനെ നമ്മൾ മണ്ണ്, മണൽ, ചകിരിച്ചോറ് ഇവ നിറച്ചിട്ട് പോട്ടിംഗ് മിശ്രിതം ഉണ്ടാക്കി ഇത്തരം ഗ്രോ ബാഗിലേക്ക് മാറ്റുന്നു. ഏകദേശം നടാൻ പ്രായമായ തൈയാണിത്. 4 മാസം പ്രായമായി. 6 മാസം ആകുമ്പോഴത്തേക്കും കുറേ കൂടെ വളർച്ച ഉണ്ടാകും. ഇത് നടേണ്ട സമയം എന്ന് പറയുന്നത് നനയ്ക്കാൻ സൗകര്യമുള്ള സ്ഥലമാണെങ്കിൽ നമുക്ക് മെയ് മാസം തന്നെ പ്ലാന്റ് ചെയ്യാം. മെയ് ജൂണിൽ നടാം. അപ്പം നനയ്ക്കാൻ സൗകര്യം ഇല്ലാത്ത സ്ഥലമാണെങ്കിൽ നമുക്കൊരു ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളാണ് തൈ നടുക. അപ്പോൾ മണ്ണിൻ്റെ സവിശേഷതയ്ക്കനുസരിച്ച് ആദ്യം നമ്മൾ കിളച്ച് നിലമെല്ലാം വൃത്തിയാക്കുക. അതിനുശേഷം നമ്മൾ കുഴിയെടുക്കുക. കുഴിയെടുക്കുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യം 1x1x1 മീറ്റർ അളവാണ് ഇത്. അതായത് 1 മീറ്റർ വീതി, 1 മീറ്റർ നീട്ടം, 1 മീറ്റർ താഴ്ച, അതാണ് ഇതിൻ്റെ അളവെന്ന് പറയുന്നത്. ആ ഒരു ഗ്യാപ്പിൽ കുഴിയെടുത്തതിന് ശേഷം അതിൻ്റെ അടിയിൽ നമ്മൾ ഇടേണ്ട സാധനം എന്ന് പറയുന്നത് മണ്ണ്, മേൽമണ്ണ്, പിന്നെ ഒരു 250 ഗ്രാം എല്ലുപൊടി, മണൽ, ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു കുഴിയുടെ ഒരു 15 സെൻറ്റിമീറ്റർ കനത്തിൽ അടിയിലിട്ട് കൊടുക്കുക. പിന്നെ ഈ പ്ലാന്റ്, അതായത് തെങ്ങിൻ തൈ കൂട് കീറിയിട്ട് അതിനകത്തേക്ക് വെച്ച് കൊടുക്കുക. ഈ പോട്ടിംഗ് മിശ്രിതം തന്നെ ഒരു 1/4 ഭാഗത്തോളം മാത്രം, തെങ്ങിൻ തൈ മൂടി പോകാൻ പാടില്ല, 1/4 ഭാഗത്തോളം മാത്രം പോട്ടിംഗ് മിശ്രിതം നിറയ്ക്കാം. അപ്പോൾ സൂക്ഷിക്കേണ്ട വേറൊരു കാര്യമുണ്ട്, നമ്മൾ ചാണകപ്പൊടി ഇടാൻ പാടില്ല. ചാണകപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ഇതിൽ ചെതൽ വന്നിട്ട് ഈ തേങ്ങ മുഴുവൻ തിന്നു പോകും. അപ്പോൾ ഈ ചെതലിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് തെങ്ങിൻ തൈ വെക്കുന്നതിന് തൊട്ട് മുമ്പ് ഈ കുഴിയിൽ ഒരു 10 ഗ്രാം ഉലുവ പൊടിച്ച് ചേർക്കുക. എന്നിട്ട് അതിന് മുകളിലേക്ക് തൈ വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ചെതലാക്രമണത്തിൽ നിന്ന് നമുക്ക് തൈനെ സംരക്ഷിക്കാനായിട്ട് കഴിയും. എന്നിട്ട് 1/4 ഭാഗം മാത്രം മണ്ണിട്ട് ചെടി പ്ലാന്റ് ചെയ്യാം. ചെടി പ്ലാന്റ് ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ 9 മീറ്റർ നിർബന്ധമായും ഗ്യാപ്പ് ഉണ്ടായിരിക്കണം. ചെടികൾ തമ്മിൽ അല്ലെങ്കിൽ തെങ്ങിൻ തൈകൾ തമ്മിൽ 9 മീറ്റർ അകലം നമ്മൾ പ്രാപിച്ചേ പറ്റൂ. കാരണം അതിന് കറക്റ്റായിട്ടുള്ള ഇലകൾ തമ്മിൽ ഒരിക്കലും കൂട്ടിമുട്ടാൻ പാടില്ല. 70 വർഷക്കാലം ആയുസുള്ള തൈയാണ് തെങ്ങിൻ തൈ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് ഇലയിൽ നല്ല വിസ്താരം വരും. അപ്പോൾ ഇലകൾ തമ്മിൽ കൂട്ടിമുട്ടാൻ പാടില്ല, സൺലൈറ്റ് കറക്റ്റായിട്ട് ഇതിന് ലഭിച്ചിരിക്കണം. അപ്പോൾ 9 മീറ്റർ എന്തായാലും ഗ്യാപ്പ് ഉണ്ടായിരിക്കണം തൈകൾ തമ്മിൽ. മാത്രമല്ല അതിൻ്റെ ഇടവേള കൃഷികൾ നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റുന്ന മിക്സർ ഫാമിങ്ങിനെ കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ ഇടവേളകളെ കുറിച്ച് നിങ്ങൾക്ക് ഞാൻ ഐഡിയാസ് പറഞ്ഞുതരാം. അപ്പോൾ ഈ ഇടവേളകൾ കൃഷി ചെയ്യണമെങ്കിൽ നമുക്ക് എന്തായാലും 9 മീറ്റർ ഗ്യാപ്പ് ഉണ്ടായിരിക്കണം. പിന്നെ നമ്മൾ ഈ തെങ്ങിന് കുഴിയെടുത്ത് അതിൻ്റെ ചുവടും അതിൻ്റെ അരികെ നമ്മൾ ചെറിയൊരു തടവെടുത്ത് വെക്കണം. കാരണം മഴക്കാലത്ത് വെള്ളം ഒഴുകി കുഴിയിലേക്ക് വീണ് ഒരുപാട് വെള്ളമായി ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് ചെറിയൊരു തടവെടുത്ത് കൊടുക്കുക. പിന്നെ തൈ വളരുന്നതിനനുസരിച്ച് ഈ കുഴിയുടെ വിസ്താരം കൂട്ടുക. തെങ്ങിൻ തൈക്ക് അല്ലെങ്കിൽ തെങ്ങിന് നമ്മൾ കൊടുക്കുന്ന വളപ്രയോഗം എന്ന് പറയുന്നത് വർഷത്തിൽ 2 തവണ നമ്മൾ വളം ചെയ്യാം. ഒന്ന് മെയ് ജൂൺ മാസത്തിൽ ആദ്യത്തെ വളം കൊടുക്കാം. അതായത് ആദ്യം നമ്മൾ തെങ്ങിൻ്റെ ചുവട് നന്നായി തുറക്കണം. 2 മീറ്റർ വിസ്താരത്തിൽ ചുവട് തുറക്കുക. ഒരു 25 സെൻറ്റിമീറ്റർ താഴ്ച ഉണ്ടാവണം. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു 3 കൊട്ട ചാണകം, 2 കിലോ എല്ലുപൊടി, 2 കിലോ കടലപ്പിണ്ണാക്ക് ഇത് ചൂട്ടിലിട്ട് കൊടുക്കുക, വിതറിയിടുക. പിന്നെ നമ്മുടെ ചപ്പ് ചവറുകൾ, നമ്മുടെ പറമ്പിലുണ്ടാകുന്ന ചപ്പ്, ഫോർ എക്സാമ്പിൾ കൊന്നച്ചപ്പ്, പ്ലാവല, എന്താണോ നമ്മുടെ പറമ്പിലുള്ള ചപ്പുകൾ, ആ ചപ്പുകൾ വെട്ടിയിട്ട് ഇതിന് മുകളിലൂടെ ഇടുക. എന്നിട്ട് അതിന് മുകളിലൂടെ മണ്ണിട്ട് മൂടുക. ഇതാണ് ആദ്യത്തെ വളപ്രയോഗം എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ വളം എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലാണ്. ഇതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ടത് NPK വളങ്ങൾ. NPK വളങ്ങൾ എന്ന് പറഞ്ഞാൽ നൈട്രജൻ, ഫോസ്ഫേറ്റ്, പൊട്ടാഷ് ഇത് അടങ്ങിയ NPK വളങ്ങൾ ഒരു 2 കിലോ ചുവട്ടിലിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ മണ്ണിട്ട് മൂടുക. അതേസമയം വെച്ച ആദ്യ വർഷത്തിലെ തൈ ആണെങ്കിൽ നമ്മളൊരു 50 ഗ്രാം NPK വളം മേടിച്ചതിന് ശേഷം വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിക്കുക. വെള്ളത്തിൽ കലക്കി ഒഴിക്കുമ്പോൾ അത് അബ്സോർബ് ചെയ്യാൻ എളുപ്പമാണ്. അതുകൊണ്ട് വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. 2 തവണയായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. തൈയുടെ വലുപ്പത്തിനനുസരിച്ച് ഇതിൻ്റെ എമൗണ്ടും കൂട്ടിക്കൊണ്ടുവരിക. ഇതാണ് നമ്മൾ ചെയ്യേണ്ട വളപ്രയോഗം. അപ്പം നമ്മൾ കുറ്റിയാടി തെങ്ങിൻ്റെ വിശേഷങ്ങളും സവിശേഷതകളും അതിൻ്റെ ഗുണമേന്മയും അതിൻ്റെ നടിയിലും പരിപാലനമെല്ലാം
നിങ്ങൾ മനസ്സിലാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ നിങ്ങൾ ഷെയർ ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വിശേഷങ്ങളുമായി നമ്മൾ പുതിയ വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ ബൈ.